സിയോൻ സഞ്ചാരികളെ ആനന്ദിപ്പീൻ, കാഹളധ്വനി വിണ്ണിൽ കേട്ടിടാറായി, മേഘത്തിൽ നമ്മെയും ചേർത്തിടാറായി, മേഘത്തിൽ നമ്മെയും ചേർത്തിടാറായി. ആയിരം ആയിരം വിശുദ്ധരുമായി കാന്തനം കർത്താവു വന്നിടുമേ, ആർത്തിയോടവനായി കാത്തിടാമേ, ആർത്തിയോടവനായി കാത്തിടാമേ. സിയോൻ സഞ്ചാരികളെ ആനന്ദിപ്പീൻ, കാഹളധ്വനി വിണ്ണിൽ കേട്ടിടാറായി, മേഘത്തിൽ നമ്മെയും ചേർത്തിടാറായി, മേഘത്തിൽ നമ്മെയും ചേർത്തിടാറായി. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദി പിതാവേ, സ്തുതിക്കുന്നു കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. കരുണയുള്ള നാഥാ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായിട്ട് അടിയനങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഉറങ്ങി ഉണരുവാനും എൻ്റെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും ഒരു നല്ല ദിവസം കൂടെ ദാനമായി തന്നല്ലോ. നന്ദി പിതാവേ, നന്ദി നന്ദി കർത്താവേ, സ്തോത്രം കർത്താവേ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതം, ഹല്ലേലൂയ. സുബോധത്തോടും ആരോഗ്യത്തോടും എഴുന്നേറ്റൻ്റെ അപ്പനെ ഒന്ന് സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാൻ തന്ന ഭാഗ്യത്തെ ഓർത്ത് നന്ദി പറയട്ടെ. രാത്രികാലം മുഴുവനും കാത്തു സൂക്ഷിച്ച് പരിപാലിച്ച് എൻ്റെ ദൈവത്തിന് കൊടാനുകൂടി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്ന കർത്താവേ. ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹവും എൻ്റെ അപ്പച്ചൻ്റെ പക്കല ദാനമായി തന്ന് സഹായിക്കേണ്ടതിനായി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ പോക്കിലെ, വരവിലെ, വാഹനയാത്രയിലെ, വഴിയാത്രയിലെ, ജോലികാര്യങ്ങളിലെ, വിശ്രമവേളകളിലൊക്കെയും ആ സ്വർഗീയ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ മറയ്ക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ശരീരാത്മദേഹികളൊക്കെ ബലപ്പെടുമാറാകണം. ഞങ്ങളുടെ ക്ഷീണങ്ങളും ഭാരങ്ങളും രോഗങ്ങളും സൗഖ്യമാകുമാറാകണം. സമാധാനത്തോടും സന്തോഷത്തോടും ഞങ്ങളെ സൂക്ഷിക്കുമാറാകണം. ജീവനും ഭക്തിക്കും വേണ്ടുന്ന തന്ന് ഞങ്ങളെ പോഷിപ്പിക്കുമാറാകണം. പ്രാർത്ഥിച്ച് ഞങ്ങളെ ഏൽപ്പിക്കുന്ന കർത്താവേ, ഇന്ന് പകൽക്കാലം അപ്പൻ്റെ ഇഷ്ടം ചെയ്യുന്ന മക്കളാക്കി ഞങ്ങളെ തീർക്കണമേ. പാപം കൂടാതെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കുമാറാകണമേ കർത്താവേ. അപ്പോൾ എൻ്റെ പ്രാർത്ഥനയനുസരിച്ച് പ്രിയ മക്കളെ സമർപ്പിക്കട്ടെ. ഈ പ്രാർത്ഥനാ ശബ്ദം ശ്രവിക്കുന്ന ഓരോ മക്കളെയും ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ കുടുംബത്തെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ കർത്താവേ. ഞങ്ങളുടെ ജീവിത പങ്കാളിയെ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാ. ഞങ്ങൾക്ക് ദാനമായി തന്നിരിക്കുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിക്കുകയാ. അവരുടെ ഭാവി, അവരുടെ പഠനം, അവരുടെ ജോലി, അവരുടെ കുടുംബജീവിതം, തന്ന കൊച്ചു തലമുറകൾ, ഞങ്ങളായിരിക്കുന്ന ദേശം, ഞങ്ങൾ പാർക്കുന്ന ഭവനം എല്ലാം നന്ദിയോടെ സ്തോത്രത്തോടെ അപ്പൻ്റെ പാദപിടുത്തിലോട്ട് ഏൽപ്പിച്ചു തരിക. ഞങ്ങളെ ഒന്നുപോലെ അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ സകല പ്രാർത്ഥനാ വിഷയം കൈക്കൊള്ളുമാറാകണമേ. ഞങ്ങളുടെ ഭാരമറിഞ്ഞ്, രോഗമറിഞ്ഞ്, ഞങ്ങളുടെ ആവശ്യമറിഞ്ഞ്, ആഗ്രഹമറിഞ്ഞ് ഞങ്ങളെ സഹായിപ്പാൻ സർവ്വസമ്പന്നൻ അവിടുന്നാകിയാൽ അപ്പൻ്റെ പൊന്നുപാദപിടുത്തിലോട്ട് ഞങ്ങൾ കടന്നു വരിക. അവങ്കിലേക്ക് നോക്കിയ പ്രകാശിതരായി അവരുടെ മുഖം ഒരു നാൾ ലജ്ജിച്ചു പോയതുമില്ല. ഈ എളിയവർ നിലവിളിച്ച് യഹോവ കേട്ടു, സകല കഷ്ടങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ചെന്ന് പറയുവാൻ തക്കണം കൃപയാൽ പിന്നെയും സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പഠനം അനുഗ്രഹിക്കപ്പെട്ടവരുടെ പരീക്ഷാ കാലഘട്ടത്തിൽ എൻ്റെ അപ്പൻ്റെ കൂട്ടും സ്നേഹവും സാന്നിധ്യം വേണം. ഓർമ്മശക്തിയും ബുദ്ധിയും കൊടുക്കണം. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ നന്നായി പഠിച്ച് പരീക്ഷ എഴുതണം, നല്ല മാർക്കോടെ പാസ്സാകണം. ദൈവനാമത്തിൻ്റെ മഹത്വത്തിനായി ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ എടുത്ത് ഉപയോഗിക്കുമാറാകണം. ശത്രു കാണരുതേ, ദുഷ്ടപിശാചി തുടരുതേ, അരുതാത്തതിലൊന്നും അകപ്പെട്ടുവാൻ അനുവദിക്കരുതേ എന്ന് അടിയനങ്ങയോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ. സമാധാനത്തോടെ പരീക്ഷ എഴുതുവാൻ ദൈവം ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സഹായിച്ചാട്ട്. സൗഖ്യത്തോടെ പരീക്ഷ എഴുതുവാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സഹായിച്ചാട്ട്. പ്രത്യേകിച്ച് 10, 11, 12 പഠിക്കുന്ന മക്കൾ, മറ്റ് വിവിധ ഡിഗ്രിക്ക് പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, മറ്റ് വിവിധ കോഴ്സുകളിലായിരിക്കുന്ന കുഞ്ഞുങ്ങൾ, BSc നഴ്സിങ്ങിനും എഞ്ചിനീയറിങ്ങിനും മെഡിസിന് പഠിക്കുന്ന മക്കൾ, OET IELTS പഠിക്കുന്നവർ, പ്രൊമറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ, ജർമ്മൻ പഠിക്കുന്ന മക്കൾ, നീറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ എല്ലാവരെയും കർത്താപ്പച്ചിൻ്റെ പാദപീഠത്തിലോട്ട് ഏൽപ്പിക്കുകയാണ് നാഥ. അവിടുന്ന് ഞങ്ങളുടെ കുഞ്ഞുങ്ങളോട് മനസ്സലിയണം, കരുണ കാണിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അധ്വാനിക്കുന്ന, ഭാരപ്പെടുന്ന തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ അവിടുത്തെ പൊന്നുകരമെന്ന് നീട്ടുമാറാകണമേ കർത്താവേ. സ്തോത്രമപ്പ, സ്തോത്രം. ഹാലേലി. പ്രത്യേകിച്ച് വിദേശ രാജ്യത്തൊക്കെ കടന്നു പോകാൻ ആഗ്രഹിച്ച് കൊതിയോട് പ്രയത്നിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്, പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല അനുഗ്രഹിക്കപ്പെട്ട വഴിവാതിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മുൻപിൽ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുക കർത്താവേ. ഈ സമയം റിസൾട്ട് കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു. തമ്പുരാനവരെ സഹായിക്കണം, നല്ല ജയം നൽകി മാനിക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു പിതാവ്. ഈ സമയം കുടുംബജീവിതത്തിലായിരിക്കുന്ന മക്കളെ അനുഗ്രഹിക്കണം, സന്തോഷത്തോടെ ജീവിപ്പാൻ അവരെ സഹായിക്കണമേ.
കുടുംബജീവിതത്തിൽ സമാധാനമില്ലാത്ത മക്കൾക്ക് സന്തോഷത്തോടെ വസിപ്പാൻ തക്കണം ഭാഗ്യമൊരുക്കണമേ. പ്രശ്നപ്രതികൂലങ്ങൾക്കൊക്കെയും കർത്താവ് അറുതി വരുത്തണമേ. കർത്താവ്, ഞങ്ങളുടെ വിവാഹപ്രായമായ ആണും പെണ്ണുമായ മക്കളെ സമർപ്പിക്കുക. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് തക്ക തുണി ഒരുക്കണമേ അപ്പാ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിവാഹം നടക്കുവാൻ സഹായിക്കണമേ കർത്താവേ. ഞങ്ങളുടെ പൈതങ്ങളോട് മനസ്സലിവ് കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം സ്തോത്രം കർത്താവേ. ദൈവമായ കർത്താവേ, ഈ സമയം കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാരെ സമർപ്പിക്കട്ടെ. തലമുറകളെ നൽകി അനുഗ്രഹിക്കണമേ അപ്പാ. കഴിഞ്ഞ നാളുകളിൽ നീ മാനിച്ച ജീവിതങ്ങളുണ്ടപ്പാ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പിന്നെയും മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവമായ കർത്താവെ, ഗർഭിണികളായിരിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ചില പ്രയാസ പ്രതികൂലത്തിനും നടുവിൽ കൂടി കടന്നു പോകുന്ന കുഞ്ഞുങ്ങളുടെ ക്ഷീണവും ഭാരവുമുള്ളവരുണ്ടപ്പാ. യാത്ര ചെയ്ത് ജോലിക്ക് പോകേണ്ട മക്കളുണ്ട് കർത്താവേ. ഉള്ളംകരത്തിൽ അവ മക്കളെ വഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. തൻ്റെ കുഞ്ഞുങ്ങളോട് മനസ്സലിഞ്ഞാട്ട് കരുണ കാണിച്ചാട്ട് സുഖപ്രസവം നൽകണമെന്നടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഊനമില്ലാത്ത തലമുറ നിന്ന് സഹായിക്കണമെന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. നന്ദി പിതാവേ. സ്തോത്രം കർത്താവേ. ഈ സമയം കർത്താവേ, സ്തോത്രം സ്തോത്രപ്പ സ്തോത്രം. കർത്താവേ, ഞങ്ങളായിരിക്കുന്ന ദേശത്തെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ദേശത്തിന് മേൽ സമാധാനം അയക്കണമേ. ഞങ്ങളുടെ ദേശത്തിന് മേലെല്ലാം സൗഖ്യം അയക്കണമേ. പകർച്ചബാധകളിൽ നിന്നെല്ലാം വിട്ടുവീക്കുമാറാകണമേ. ദൈവമായ കർത്താവ്, ഞങ്ങളുടെ ഭവനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഭവനം, പരിസരം, അതിരുവരമ്പ്, വസ്തുവക, ഹല്ലേലൂയ. ഞങ്ങളുടെ ചുറ്റുപാടുകൾ, അയൽകുടുംബങ്ങൾ, സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവർ, വാർദ്ധക്യത്തിലുമൊക്കെ ആയിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ സഹോദരവർഗ്ഗങ്ങളെ എല്ലാം ഞങ്ങൾ പേരുപേരായി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കൂട്ടമായി, കുടുംബമായി, ആളാമർത്തി വ്യക്തികളായി എല്ലാവരെയും അനുഗ്രഹിച്ച് സഹായിക്കുമാറാകണം. പല ആവശ്യങ്ങളിൽ കൂടി കടന്നു പോകുന്ന മക്കളുണ്ട് കർത്താവ്. കടഭാരമുള്ള മക്കളുണ്ട്. പാർക്കുവാൻ ഭവനമില്ലാത്തവരുണ്ടപ്പാ. കുഞ്ഞുങ്ങളെ ചൊല്ലി ഭാരപ്പെടുന്നവരുണ്ടപ്പാ. ജോലിയില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട് കർത്താവ്. കർത്താവ് പിന്നെ കരങ്ങളിലോട്ട് സമർപ്പിക്കുന്ന നാഥ, തൻ്റെ മക്കളുടെ ബുദ്ധിമുട്ട് പൂർണ്ണമായും തീർത്തു തരാമെന്ന് വാക്ക് പറഞ്ഞ കർത്താവേ, ഓരോ ആവശ്യക്കാരുടെ നടുവിൽ സ്വർഗമിറങ്ങുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ചോദിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് ലഭിക്കും, മുട്ടുപീൻ നിങ്ങൾക്ക് തുറക്കപ്പെടും, അന്വേഷിപ്പീൻ കണ്ടെത്തും തിരുവചനമാപ്പാ. അപ്പൻ്റെ പാദപീഠത്തിലിരുന്ന് ഞങ്ങൾ മുട്ടി വിളിക്കുകയാപ്പാ. പ്രയാസപ്രതികൂലത്തിൽ നടുവിൽ കൂടി കടന്നു പോകുന്ന ജീവിതങ്ങളുടെ മേൽ സ്നേഹത്തിൻ്റെ കരമൊന്ന് നീട്ടുമാറാകണം. സമാധാനത്തിൻ്റെ കരം നീട്ടുമാറാകണം. സമൃദ്ധിയുടെ കരമൊന്ന് നീട്ടുമാറാകണം. എല്ലാ ഐശ്വര്യങ്ങളാലും അവരെ നിറയ്ക്കുമാറാകണം. ഭാരമൊഴിഞ്ഞ് സ്വസ്ഥരായി കർത്താവിനെ ആരാധിച്ച് മഹത്വപ്പെടുത്തി ജീവിപ്പാൻ കൃപ നൽകുമാറാകണം നടിയനങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഹല്ലേലൂയ. നന്ദി പിതാവേ. സ്തോത്രം. ഞങ്ങളുടെ അനാഥരെയും വിധവകളെയും സമർപ്പിക്കുന്നു കർത്താവ്. ഹല്ലേലൂയ. നന്ദി പിതാവേ. സ്തോത്രം. ഈ സമയം കർത്താവേ, വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്നു ഓരോ മക്കളെയും പേരുപേരായി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു പിതാവേ. അവിടുന്ന് ആ പൊന്നുകരം വയ്ക്കണമേ, ആശ്വസിപ്പിക്കണമേ. പ്രത്യാശയോടെ മുൻപോട്ട് ജീവിപ്പാനുള്ള ദൈവകൃപ ഓരോ മക്കൾക്കും ദാനം ചെയ്യുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഹല്ലേലൂയ. കർത്താവേ, സ്തോത്രം. കർത്താവ്, ഈ സമയം ഞങ്ങളുടെ രോഗികളുമായി തിരുമുൻപാകെ കടന്നു വരിക. ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, ഹാർട്ടിനും ലിവറിനും കുഴപ്പമുള്ളവർ കർത്താവ്. തലയ്ക്കകത്ത് വേദനയും മുഴയുമുള്ള ജീവിതങ്ങൾ, വയറ്റിനകത്ത് വേദനയും മുഴയുമുള്ള ജീവിതങ്ങൾ, എൻ്റെ കർത്താവെ, പലവിധ പ്രയാസ പ്രതികൂലത്തിൻ്റെ നടുവിൽ കൂടി കടന്നു പോകുന്ന ജീവിതങ്ങൾ, ഉദരസംബന്ധമായ പല രോഗാവസ്ഥകളുള്ളവരുണ്ട് കർത്താവ്. അപ്പോൾ ഹാലലി അപ്പൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ് കർത്താവെ. കാഴ്ചയില്ലാത്തൊരു, ഓർമ്മയില്ലാത്തൊരു, ബുദ്ധിയില്ലാത്തൊരു, മാനസികമായ വിഭ്രാന്തിയിൽ കൂടി കടന്നു പോകുന്നവരെ ദൈവമായ കർത്താവ്, ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഉള്ളവർ, യൂറിക് ആസിഡും ക്രിയാറ്റിനും ഉള്ളവർ, ഉറക്കമില്ലാത്ത ജീവിതങ്ങൾ കർത്താവെ, പല്ലിൻ്റെ വേദനയാൽ, ചെവിയുടെ വേദനയാൽ ഭാരമുള്ളൊരു കർത്താവെ, മൂക്കിനകത്ത് ദശകിളർക്കുന്ന ജീവിതങ്ങൾ കർത്താവെ. ഹല്ലേലൂയ. ഓപ്പറേഷനായിട്ട് തയ്യാറെടുക്കുന്നവർ, ഓപ്പറേഷൻ കഴിഞ്ഞ് വിശ്രമിക്കുന്ന ജീവിതങ്ങൾ, അപ്പച്ചൻ്റെ കരങ്ങളിലോട്ട് ഓരോ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. മനസ്സലിയണമേ, കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അങ്ങ് തൊട്ടൊരു അങ്ങേ തൊട്ടൊരു വിടുതൽ പ്രാപിക്കാതെ പോയിട്ടില്ലല്ലോ കർത്താവേ. ആശുപത്രി മുറികളിൽ, ഭവനങ്ങളിൽ കഴിയുന്ന ഓരോ മക്കളെയും ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. വെന്റിലേറ്ററിൽ കിടക്കുന്നവരുണ്ട് കർത്താവേ. ഐസിയിലും സിസിയിലുമായിരിക്കുന്ന മക്കളുണ്ട് കർത്താവേ. മനസ്സലിവ് കാണിക്കണമേ നടിയനങ്ങിയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആസ്മ രോഗികളെ സമർപ്പിക്കുന്നു. തൈറോയിഡ് ഉള്ളവരെ ഏൽപ്പിക്കുന്നു കർത്താവേ. അലർജി ഉള്ളവരെ ഏൽപ്പിക്കുന്നു കർത്താവേ. ത്വക്ക് സംബന്ധമായ രോഗമുള്ളവരെ ഏൽപ്പിക്കുന്നു കർത്താവേ. കൈകാൾക്ക് ചലനമില്ലാത്തവർ, കിടക്കയിലായിരിക്കുന്നവർ, വീൽ ചെയറിലായിരിക്കുന്ന ജീവിതങ്ങളെ സമർപ്പിക്കുന്നു കർത്താവേ. മനസ്സലിവും കരുണയുമുള്ള ദൈവമേ, ആശ്വാസത്തിൻ്റെ കരമൊന്ന് വയ്ക്കണമേ. സൗഖ്യത്തിൻ്റെയും വിടുതലിൻ്റെയും കരമൊന്ന് വയ്ക്കുമാറാകണമേ. തൻ്റെ മക്കളോടെല്ലാം മനസ്സലിവ് കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അങ്ങ് സൗഖ്യദായകന. അങ്ങ് തൊട്ടൊരു അങ്ങേ തൊട്ടൊരു വിടുതൽ പ്രാപിക്കാതെ പോയിട്ടില്ല. ഹല്ലേലൂയ കർത്താവേ. രക്തസ്രാവമുള്ള സ്ത്രീകളുണ്ട് കർത്താവേ.
അവരെ തൊട്ട് സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹാലലുയ്യ. ചില സർജറിക്കായിട്ട് ഹാലലു വിധേയപ്പെടുന്ന ജീവിതങ്ങളുണ്ട് കർത്താവേ. ഹാലലുയ്യ. കർത്താവിൻ്റെ കരങ്ങളിലൊന്ന് ഏൽപ്പിക്കുകയാ. എൻ്റെ സ്വർഗം അവിടുന്ന് കൂടെ ഇരുന്ന് സഹായിക്കുമാറാകണം. ഒരു കഷ്ടമോ നഷ്ടമോ ഭാരമോ രോഗമോ ദുഃഖമോ ഹാലലുയ്യ അതികഠിനമായ സങ്കടമോ അതികഠിനമായ വേദനയോ ഉണ്ടാകുവാൻ അനുവദിക്കാതെ വണ്ണം സ്വർഗത്തിലെ അപ്പൻ്റെ കരമൊന്ന് തൊട്ടേ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുന്നു. ഡോക്ടേഴ്സിന് നല്ല ആലോചനയും ബുദ്ധിയും അപ്പച്ച കൊടുക്കുമാറാകണം. അരുതാത്തതൊന്നും ഒരു ശരീരങ്ങളുടെ മേലും ഹാലലിയ ഒരു മരുന്നോ ഇഞ്ചക്ഷനോ പ്രവേശിപ്പാൻ അനുവദിക്കാതെ വണ്ണം സ്വർഗത്തിലെ അപ്പൻ്റെ കരം വെച്ചേ മതിയാകുന്നു പ്രാർത്ഥിക്കുക. ഹാലലുയ്യ. നന്ദി പിതാവേ, നന്ദി 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 കർത്താവേ. ഞങ്ങളുടെ സമസ്ത ഭാരങ്ങളും സങ്കടങ്ങളും അങ്ങയുടെ പാദപീഠത്തിൽ ഏൽപ്പിച്ചു തരിക. അങ്ങ് പാരം ചുമക്കാവുന്ന വാക്ക് പറഞ്ഞ കർത്താവാ, അവിടുത്തെ ബലമുള്ള കരങ്ങളിലോട്ട് സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു കർത്താവ്. എല്ലാ പ്രാർത്ഥന വിഷയവും സ്വർഗം അംഗീകരിച്ചിരിക്കുകയാൽ നന്ദി പറയുന്നു കർത്താവ്. പ്രത്യേകിച്ച് കർത്താവേ, മദ്യത്തിലും മയക്കുമരുന്നിലും കഴിയുന്ന ജീവിതങ്ങൾ, കൂട്ടുകാർക്ക് അടിമപ്പെട്ടവർ, ഫോണിന് അടിമപ്പെട്ടവർ, മ്ലേച്ഛമായ ജീവിതം നയിക്കുന്നവർ, കുടുംബത്തിൽ സമാധാനവും സ്വസ്ഥതയും ഇല്ലാത്തവർ, സഹോദര കുഞ്ഞുങ്ങൾ തമ്മിൽ സ്നേഹമില്ലാത്തവർ, മാതാപിതാക്കൾ തമ്മിൽ ഒരു രമ്യതയും ഇല്ലാത്തവർ കർത്താവേ. ഹാലേലൂയ. കർത്താവേ, നീ ഇറങ്ങണമേ അപ്പ, നീ ഇറങ്ങി വരണമേ അപ്പ, സമാധാനം കൽപ്പിക്കണമേ. ഹാലലുയ. സ്വർഗദൈവമേ, ദൈവസ്നേഹത്താൽ ഓരോ ഉള്ളത്തെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. സകല പ്രതികൂലങ്ങളും മാറിപ്പോകണം, സകല പ്രയാസങ്ങളും മാറിപ്പോകണം. സ്വർഗം ഇറങ്ങണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നാമത്തിലും മേലായ നാമം എൻ്റെ യേശുവിൻ്റെ നാമമാണ്. ഈ നാമം വളരണം, ഈ നാമം ഉയരണം കർത്താവേ. ഹാലലുയ്യ. ദൈവം ഞങ്ങളുടെ ഭരണകർത്താക്കളെ ഓർക്കുന്നു കർത്താവേ. ഓരോ മക്കളും ചെയ്തെടുക്കണമെന്ന കാര്യങ്ങൾ കൃത്യമായി ചെയ്യുവാൻ, വിശ്വസ്തയോടും ദൈവഭയത്തോടും ചെയ്യുവാൻ തൻ്റെ മക്കളെ ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സുവിശേഷ വേലകളെയും വേലക്കാരെയും ഓർക്കുന്നു കർത്താവേ. ഹാലിൽ സുഷ്കാന്തിയുടെ കർത്താവിൻ്റെ വേല ചെയ്ത ജീവിതങ്ങൾ, കഷ്ടം അനുഭവിക്കുന്നവരുണ്ട്, ജയിൽവാസം അനുഭവിക്കുന്നവരുണ്ട്, പല പ്രയാസ പ്രതികൂലത്തിന് നടുവിൽ കൂടി കടന്നു പോകുന്ന ജീവിതങ്ങളുണ്ട്. സ്വർഗമിറങ്ങി വിടുവിച്ചേ മതിയാകുന്നു പ്രാർത്ഥിക്കുന്നു പിതാവേ. അവിടുന്ന് സഹായിക്കണം, അവിടുന്ന് ശക്തീകരിക്കണം, അവിടുത്തെ കൃപയിൽ നടത്തുമാറാകണം. പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചേൽപ്പിക്കുന്നു. ഹാലലുയ്യ. നന്ദി പിതാവേ, നന്ദി പിതാവേ, നന്ദി പിതാവേ. സ്തോത്രം കർത്താവേ. എല്ലാം അവിടുത്തെ പാദപീഠത്തിൽ സമർപ്പിക്കുന്നു. പിന്നെയും എൻ്റെ കർത്താവിനെ മഹത്വപ്പെടുത്തി സന്തോഷത്തോടെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിച്ചാട്ട്. അവിടുത്തെ ഉള്ള കരുത്തിൽ ഞങ്ങളെ വഹിച്ചാട്ട്. എല്ലാ പ്രയാസ പ്രതികൂലത്തിൽ ഞങ്ങളെ വിടുവിച്ചാട്ട്. ആവശ്യം പറഞ്ഞ് സഹായിച്ചാട്ട്. ഞങ്ങളുടെ ദൂരസ്ഥരെയും സമീപസ്ഥരെയും ഒന്നുപോലെ കരുതിക്കാട്ടെ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.